ായി സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം അവർ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 13-14 വോട്ടുകൾ എന്ന നിലയിൽ സീറ്റുകൾ എന്ന നിലയിൽ അത് അധികമായി തുടരുന്നു. ഇത് BJP വീണ്ടും കയറിയിരിക്കുന്നു കേട്ടോ, JDU-യേക്കാൾ 29 ഒരു 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ BJP ആണ് മുന്നണിയിൽ JDU-നേക്കാൾ ഉയർന്നു നിൽക്കുന്നത്. എക്സിറ്റ് പോളുകൾ പ്രഡിക്ട് ചെയ്തത് JDU-നായിരിക്കും കൂടുതൽ സീറ്റ്, BJP-യുടെ സാധ്യത കുറവാണെന്നാണ്. പക്ഷേ BJP-യും ഈക്വലി പെർഫോം ചെയ്തത്. സാമ്രാട്ട് ചൗധരി BJP 65 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. അതായത് 101 സീറ്റുകൾ ആകുമ്പോൾ അത് വലിയ സ്ട്രൈക്ക് റേറ്റ് ആയിരിക്കും. കഴിഞ്ഞ തവണ 74 എന്ന് പറയുമ്പോൾ 110 സീറ്റുകൾ മത്സരിച്ചാണ് 74 കിട്ടിയത്. ഇത്തവണ പക്ഷേ കേരളത്തിലെ ഇടതു പാർട്ടികളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം കൂടി വരുന്നുണ്ട്. CPM കഴിഞ്ഞ തവണ 2 സീറ്റുകളിലാണ് വിജയിച്ചത്, ഇപ്പോഴും 2 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. സ്വാഭാവികമായും കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതു പ്രവർത്തകർക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. CPM കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു, ഇപ്പോഴും 2 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. 12 സീറ്റുകൾ നേടിയ ML ഇടതു പാർട്ടികളിൽ ശക്തർ CPI ML ആണ്. അവിടെ 20 സീറ്റുകളിൽ മൊത്തം മത്സരിക്കുന്നുണ്ട്. CPI ഇടതു പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. CPI ML-ന് 2 സീറ്റിൽ ലീഡ്, CPM-ന് 2 സീറ്റിൽ ലീഡ്. കഴിഞ്ഞ തവണ 2 സീറ്റ് നേടിയതാണ് കിരൺ പറഞ്ഞ പോലെ. CPI 1 സീറ്റിൽ ലീഡ്, കഴിഞ്ഞ തവണയും നേടിയതാണ് 2 സീറ്റുകൾ. CPI ML-ന് ഉള്ള മണ്ഡലങ്ങളിൽ അവർക്ക് അവരുടെ ഒരു കൺസിസ്റ്റൻസി റെഡിൽ കാണാവുന്നതാണ്. CPI ഇടതു പാർട്ടികൾ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ്. ആകെ 2, 4, 1, 5 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇടതു പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിലാണ് അവിടെ ഇടതു പാർട്ടികൾ 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനൊപ്പമാണ് അവിടെ ഇടതു പാർട്ടികൾ മത്സരിക്കുന്നത്. RJD 28 സീറ്റ്, കോൺഗ്രസ് 7 സീറ്റിൽ. ഇതാണ് പ്രശ്നം. ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നം കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമേ തുടക്കത്തിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ 10 സീറ്റിന്റെ മൈനസ് എന്ന് പറയുന്നത് തന്നെ നോക്കുമ്പോൾ 10 സീറ്റ് കോൺഗ്രസിന്റെ മൈനസ് ആണ്. കോൺഗ്രസ് വളരെ ദുർബലമായിരിക്കുകയാണ് തുടക്ക സമയത്ത്. ബീഹാറിൽ ഇത്തവണയും കോൺഗ്രസിന് ഇത്തവണ 62 സീറ്റുകൾ കൊടുത്തത് തന്നെ എന്തിനെന്നുള്ള ചോദ്യം അവസാനം അത് അങ്ങനെ തന്നെ അവശേഷിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യ സഖ്യം 43, അതേസമയം NDA 68 സീറ്റുകളിലാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഇപ്പോൾ 44-68 എന്ന രീതിയിലായിരിക്കുകയാണ്. ഇരട്ടി സീറ്റുകളായി അല്ലേ, ഇരട്ടി സീറ്റുകൾ വന്നില്ല, 24 സീറ്റുകൾ കൂടുതലാണ്. 24 സീറ്റുകളിൽ കൂടുതൽ NDA ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. NDA തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് BJP ആണ് കൂടുതൽ സീറ്റുകൾ, 30 സീറ്റുകൾ, JDU 29 സീറ്റുകൾ. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിൽ 44-ൽ കൂടുതൽ സീറ്റുകൾ ലീഡ് ചെയ്യുന്ന 20. അതായത് ആകെ മൊത്തം ലീഡ് നോക്കുകയാണെങ്കിൽ ഒറ്റ പാർട്ടി എന്ന രീതിയിൽ BJP ആണ് കൂടുതൽ സീറ്റുകൾ ലീഡ്, 30 സീറ്റുകളിൽ. തൊട്ട് പിന്നിൽ തന്നെ RJD ഉണ്ട്. RJD ഏറ്റവും വലിയ മാത്രമല്ല ഈ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ അവസ്ഥ ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല, ഒരു സീറ്റിലും ഇല്ല, ഒന്നും ആക്കാൻ കഴിഞ്ഞ തവണ മറുവശത്തായിരുന്ന സമയത്ത് VIP-ക്ക് 5 സീറ്റുകൾ, 4 സീറ്റുകൾ. ഇൻക്ലൂസീവ് പാർട്ടിയും കാര്യമായി ഒന്നും നേടിയിട്ടില്ല. അവര് 2 പ്രതീക്ഷ വെച്ച് പുലർത്തിയ സഖ്യം നോക്കുമ്പോൾ ടാലിയിൽ ഡബിൾ ഫിഗറിലേക്ക് കോൺഗ്രസ് പോലും ഇതുവരെ എത്തിയിട്ടില്ല. RJD-യുടെ ഒറ്റയ്ക്കുള്ള ഒരു മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യത്തിൽ കാണുന്നത്. അത് തന്നെയാണ് ഇന്ത്യ സഖ്യം മഹാസഖ്യത്തിന്റെ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. താരതമ്യേന ഇടതു പാർട്ടികളെ അനുമോദിക്കേണ്ടത് കേട്ടോ. അവരവരുടെ ആ ശക്തി കേന്ദ്രങ്ങൾ അവർ നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ ML-നും പക്ഷെ തിരിച്ചടി കേട്ടോ. 9 എങ്ങനെയാണ് കിരൺ, എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇന്ത്യ 44, NDA 69. ഇത് മേഖല തിരിച്ചിവിടെ കാണുന്നുണ്ട്. പക്ഷെ ഒരു പൊതുവായുള്ള തുടക്കത്തിലെ വിലയിരുത്തൽ എങ്ങനെയാണ് കിരൺ? NDA 69 സീറ്റ്, 71 സീറ്റുകളിലാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. മഹാഗഡ്ബന്ധൻ 44 സീറ്റുകളിലാണ്. ഏകദേശം മഹാഗഡ്ബന്ധനേക്കാൾ ഇരട്ടി സീറ്റുകളിലോളം ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടില്ല എന്ന് ആലോചിക്കണം. ഇത് പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ വോട്ട് സ്വാഭാവികമായും അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് നിയമിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരെ നിലവിലെ സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മഹാഗഡ്ബന്ധന് വലിയ പ്രതീക്ഷയുള്ളത്. ഈ പോസ്റ്റൽ വോട്ടിന്റെ ട്രെൻഡ് ആയിരിക്കില്ല ഇനി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുമ്പോൾ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇടതു പാർട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വിജയിച്ച 2 സീറ്റുകളിലും ഇത്തവണയും ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതു പാർട്ടികൾക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. അത്തരത്തിൽ CPI ML-ന്റെ സീറ്റിലാണ് കഴിഞ്ഞ തവണ 12 സീറ്റുകൾ വരെ നേടിയതാണ്. അവിടെ ഇപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് അവർ ലീഡ് ചെയ്യുന്നത്. ഇനി അവരുടെ ശക്തി മേഖലകളൊക്കെ എണ്ണാൻ ഇനിയുമുണ്ട്. ഇനി അവരുടെ ശക്തി മേഖലയൊക്കെ എണ്ണുമ്പോൾ സ്വാഭാവികമായും അത് ഉയരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. CPI കഴിഞ്ഞ തവണ 2 സീറ്റുകളിലാണ് നേടിയതെങ്കിൽ ഇത്തവണ 1 സീറ്റിലാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. BJP നിലവിൽ 31, JDU 31 എന്ന കണക്കിലേക്ക് ഏറ്റവും വലിയ ഒന്നാമത്തെ പാർട്ടി BJP, ഒന്നാമത്തെ പാർട്ടിയായി BJP-യും JDU മാറുമ്പോൾ മൂന്നാമത്തെ പാർട്ടിയായി മാത്രമാണ് JDU 29 സീറ്റുകൾ മാത്രമാണ്. ഇനി ഉടൻ തന്നെ ആ ഒരു മാറ്റം ഉണ്ടാകണം. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണി തുടങ്ങി എന്നാണ്. ബീഹാറിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിലൊരു മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ മാറണം, ഇല്ലേ?
കിരൺ, ഇനിയൊരു മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ മാറണം. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഏകദേശം ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. അതോടുകൂടി പിന്നെ വളരെ വേഗത്തിലായിരിക്കും ഈ ട്രെൻഡുകളൊക്കെ മാറി മറയുന്നത്. ഇപ്പോൾ പോസ്റ്റൽ വോട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രവും ഒരുമിച്ചല്ല അവിടെ എണ്ണാൻ ആരംഭിച്ചിരിക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ ആരംഭിച്ചിട്ടില്ല. അത് ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഉണ്ടാവുക. പോസ്റ്റൽ വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് ഈ പോസ്റ്റൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ വോട്ടെണ്ണലിൽ കണക്കാണ്. മഹാസഖ്യം 45 എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. വലിയ ലീഡിലേക്ക് NDA, BJP, JDU മുന്നണി പോവുകയാണ്. BJP കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകളിൽ ഇപ്പൊ 43 കൗണ്ടിംഗ് തുടങ്ങാനിരിക്കുന്നു. മറ്റുള്ള 31 അവർ ലീഡ് ചെയ്യുന്നു. JDU ആകട്ടെ ഇനി അവർക്ക് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിലേക്ക് എത്താൻ 12 കൂടി ലീഡ് ചെയ്താൽ മതി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല പെർഫോമൻസ്. BJPക്കും തുടക്കത്തിൽ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച. പക്ഷേ ഇത് എത്ര നേരം സസ്റ്റെയിൻ ചെയ്യുമെന്നത് നമുക്ക് അന്തിമഘട്ടത്തിലേ പറയാനാകും. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ചിത്രം അത് ML പോലും അവിടെ നമ്മൾ വലിയ പ്രതീക്ഷയർപ്പിച്ച പാർട്ടിയാണ്. പക്ഷേ തുടക്കഘട്ടത്തിൽ അത് കാണുന്നില്ല. കോൺഗ്രസ് 10 പുറകോട്ട് പോയിരിക്കുന്നു. RJDക്ക് ഇനി കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിലേക്ക് എത്താൻ 44 സീറ്റുകൾ കൂടി നേടണം എന്ന സാഹചര്യമാണുള്ളത്.